ഈ ലോകത്തിന്റെ സകലമാന അനീതികളെയും ചോദ്യം ചെയ്തുകൊണ്ട് പുണ്യ റസൂല് പറയുകയാണ്, ലൈസ ലീ ബിനിൽ ബൈളാഇ ഫളലുൻ അലാ ഇബ്നിസ് സൗദാഇ ഇല്ലാ ബിത്തഖ്വാ. ഒരു വെളുത്തവന്റെ മകന് ഒരു കറുത്തവന്റെ മകനേക്കാൾ ഒരു പ്രത്യേകതയുമില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റസൂലുള്ള പറയണത്, ഒരാള് മറ്റൊരാളുടെ മകനെ ഇബ്നു സൗദാ എന്ന് വിളിക്കുന്നത് നബി കേട്ടു. കറുത്തവന്റെ മോനെ. ഇത്രയുള്ള ലോകം. ലോകത്തിന്റെ അകത്ത് കുടിലമായ വംശീയതയാണ്, കുടിലമായ വർഗീയത, വംശീയത, ഫാഷിസം. അത് മാത്രമല്ല, ഫാഷിസം, പല രീതിയിലുള്ള വംശീയ വിരോധങ്ങൾ, മുൻവിധികൾ, അത് ആളുകളെ ഭരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഹ്യൂമിനെ വായിച്ചപ്പോ, ഹ്യൂമിനെ പറ്റി ലോകത്ത് പലരും പ്രശംസിച്ചിരിക്കുന്നു. ഹ്യൂമ് വലിയ ഫിലോസഫി എഴുതി വെച്ച ഫിലോസഫറാണ്. പക്ഷെ ഹ്യൂം എഴുതി വെച്ചിട്ടുണ്ട്, ഏറ്റവും മോശപ്പെട്ട വെള്ളക്കാരനാണ് ഏറ്റവും മെച്ചപ്പെട്ട കറുത്തവനേക്കാൾ മികവുറ്റവൻ. ലോകത്തിന് ദർശനം പഠിപ്പിക്കുന്ന ഫിലോസഫറുടെ വാക്കാണത്. ഇതൊക്കെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. സ്ത്രീകൾക്ക് ആത്മാവില്ല എന്നായിരുന്നു അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായം. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര പല്ലില്ല എന്നും അരിസ്റ്റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആൻ ഏറ്റവും വലിയ യുക്തിയാണ് പഠിപ്പിക്കുന്നത്. പരിശുദ്ധ റസൂലിന്റെ പുത്രൻ ഇബ്രാഹിം നിര്യാണമായ ദിവസമാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ആളുകൾ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. നബിയുടെ മകന്റെ നിര്യാണത്തിൽ പ്രകൃതി ദുഃഖിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ ഗ്രഹണം? നബിയുടെ അന്നത്തെ ഏക മകൻ ഇബ്രാഹിം. മുലകുടിയുടെ സമയത്താണ് ഇബ്രാഹിം നിര്യാണമായത്. നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നബി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നാണ് ഈ കുട്ടിയെ സല്ലല്ലാഹു ഇലാ സദ്രിഹി. ആ കുട്ടി മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദുഃഖിച്ചു, വളരെ വ്യസനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ പൊന്നു മോനെ ഇബ്രാഹിം, നിന്റെ മരണത്തിൽ ഞങ്ങൾ ദുഃഖിക്കുന്നടാ. ഒരു ദൈവദൂതന്റെ വാക്കാണത്. ദൈവദൂതൻ ദുഃഖിക്കും. ആരാണൊരു ദൈവദൂതൻ? മനുഷ്യരുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുന്നവൻ ദൈവദൂതൻ. മനുഷ്യർക്ക് അത്താണി പണിയുന്നവൻ ദൈവദൂതൻ. മനുഷ്യരെ മോചിപ്പിക്കുന്നവൻ ദൈവദൂതൻ. രാഷ്ട്രീയ വിമോചനം നിർവഹിക്കുന്നവൻ ദൈവദൂതൻ. സമത്വം കൊണ്ടുവരുന്നവൻ ദൈവദൂതൻ. മനുഷ്യന്റെ വിയർപ്പിനെ ഒപ്പിയെടുക്കുന്നവൻ ദൈവദൂതൻ. അവനെ ബന്ധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്നവൻ ഖുർആനാണ്. അവരുടെ ഭാരം ഈ നബി ഇറക്കി വെക്കും. ഈ പുണ്യ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി. അവരെ ബന്ധിച്ചിരുന്ന ചങ്ങലക്കെട്ടുകൾ ഈ നബി പൊട്ടിച്ചെറിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് വാക്കും ഖുർആൻ പഠിക്കാത്ത ഒരാൾ കേട്ടാൽ അയാൾ വിചാരിക്കും ഇത് വല്ല രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയിലെ വാക്കല്ലേ. ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്യും. അവരുടെ ഭാരം ഇറക്കി വെക്കും.